സംസ്ഥാന സർക്കാരുകൾ അനധികൃതമായി കൈവശം വെച്ച വഖഫ് സ്വത്തുക്കളുടെ വിവരം പാർലമെന്ററി സമിതി തേടിയിരിക്കുന്നു. സച്ചാർ കമ്മിറ്റി പ്രകാരം അനധികൃതമായി കൈവശപ്പെടുത്തിയ വഖഫ് സ്വത്തുക്കളുടെ വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ബൽറാം നെടുങ്ങാടി ഈ പ്രധാനപ്പെട്ട വാർത്തയുമായി നമുക്കൊപ്പം ചേരുകയാണ്. ബൽറാം, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. വഖഫ് നിയമ ഭേദഗതി ബില്ല് കൈകാര്യം ചെയ്യുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ കാലാവധി നീട്ടിയിട്ടുണ്ട്. വരുന്ന ബജറ്റ് സമ്മേളനത്തിന്റെ അവസാന ദിവസം വരെയാണ് നീട്ടിയിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഈ സമിതി ഇപ്പോൾ സംസ്ഥാന സർക്കാരുകൾ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന വഖഫ് സ്വത്തുക്കളുടെ വിവരങ്ങൾ തേടിയിരിക്കുന്നത്. വഖഫ് നിയമത്തിന്റെ ചട്ടം 40 അനുസരിച്ച് വഖഫ് ബോർഡുകൾ അവകാശവാദം ഉന്നയിച്ച സ്വത്തുക്കളുടെ വിവരങ്ങൾ നൽകണം എന്നാണ് ഈ സമിതി സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വഖഫ് നിയമത്തിലെ ചട്ടം 40 എന്ന ഭേദഗതി 2013 UPA സർക്കാരിൻ്റെ കാലത്തായിരുന്നു നിർമ്മിച്ചത്. എന്നാൽ ഈ ഭേദഗതിയിൽ ഉൾപ്പെടെ മാറ്റം വരുത്തിക്കൊണ്ടുള്ളതാണ് പുതിയ നിർദ്ദിഷ്ട ഈ വഖഫ് നിയമം എന്നുള്ളത്. ഒപ്പം തന്നെ ഈ അവകാശവാദം ഉന്നയിച്ച സ്വത്ത് എന്നുള്ളത് 2005-6 കാലത്ത് സച്ചാർ കമ്മിറ്റിക്ക് മുന്നിൽ ഈ വഖഫ് ബോർഡുകൾ മുന്നോട്ട് വെച്ച സ്വത്തുക്കളുടെ പട്ടിക അനുസരിച്ചുള്ള സ്വത്തുക്കളാണ്. അത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളോട് ഇത്തരത്തിലുള്ള വഖഫ് ബോർഡ് അവകാശം ഉന്നയിച്ച സ്വത്തുക്കളുടെ വിവരങ്ങൾ കൈമാറാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ സ്വത്തുക്കളുള്ളത് ഡൽഹിയിലാണ്. 316ഓളം വഖഫ് സ്വത്തുക്കൾ സംസ്ഥാന സർക്കാർ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. രാജസ്ഥാനിൽ 60, കർണാടകയിൽ 42, മധ്യപ്രദേശിൽ 53 എന്നിങ്ങനെയാണ് ഇത്തരത്തിലുള്ള സ്വത്തുക്കൾ എന്നുള്ളത്. ഒപ്പം തന്നെ ഈ വിവരങ്ങൾ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിൽ നിന്നും വഖഫ് JPC തേടിയിട്ടുണ്ട്. ഈ വിവരങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് സമിതി കടക്കുക എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. SKN ഒപ്പം ചേർന്നത് ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന്.